നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കാതെ പോകരുതേ നിങ്ങൾ. വഴിയോരത്ത് വെച്ച് എവിടെയോ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കപ്പെടുന്ന ആളുകളായി നമ്മുടെ മാതാപിതാക്കൾ മാറരുത്. നമ്മൾ ചിലപ്പോൾ ഫേസ്ബുക്കും വാട്സപ്പും ഇത് ഉപയോഗിക്കാൻ പോലും അറിയാത്ത നമ്മുടെ മാതാപിതാക്കളും, നമ്മുടെ മാതാവിനും പിതാവിനും വിവരം കുറേ കുറവാണോ, അവരെ കൂടുതൽ സ്നേഹത്തോടെ ചേർക്കണം. കാരണം വിവരമില്ലാത്തവരെ മക്കളാണ് പിന്നെ വലിയ വലിയ വിവരശാലികളായിട്ട് മാറിയിട്ടുള്ളത്. കാരണം അവർക്ക് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കാൻ അറിയാം. കുറേ പഠിച്ചു കഴിഞ്ഞാൽ പഠിത്തം കൂടുന്തോറും കണക്ക് കൂട്ടലുകൾ കൂടുന്നൊരു കാലത്താണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ അതിൻ്റെ അർത്ഥം പഠിത്തം വേണ്ടാന്നല്ല, പഠിത്തം കൂടുന്തോറും കണക്ക് കൂട്ടുകൾ വ്യാപ്തിയോടുകൂടി വരുന്നു. അതിന് പകരം ചിലപ്പോൾ നമ്മളെ ഉമ്മാക്ക് പഴയ വിവരം ഉണ്ടാവുള്ളൂ, ഒന്നും അറിഞ്ഞുകൂടാ. സാധാരണ ചാറും ചോറും വെക്കുന്ന വീട്ടിലെ പാവം സ്ത്രീയാണ്. പക്ഷെ ആ സ്ത്രീകൾ ആദരിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ പറ്റണം നമുക്ക്. ഞാൻ കുട്ടികളോട് ഉദാഹരണത്തിന് ചിലപ്പോൾ പറയാറുണ്ട്, പറഞ്ഞത് തന്നെ പറയല്ല, എന്നാൽ എൻ്റെ മനസ്സിന്ന് പോകുന്നില്ല. ചെറുപ്പത്തിൽ വയറ്റിൽ കിടക്കുന്ന സമയത്ത് മാതാവ് മോനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നു. കൊല്ലാൻ വേണ്ടി നോക്കി എന്നുള്ളത് കുടുംബക്കാർക്ക് മുഴുവൻ അറിയാം. കൊല്ലാനും തന്നെ എങ്ങനെ നെക്കി കൊല്ലല്ല, അബോർഷന് വേണ്ടി നോക്കുകയാണ്. കാരണം അതിൻ്റെ മേലെ 2-3 കുട്ടികളുണ്ടായതുകൊണ്ട് ദാരിദ്ര്യത്തിലാണ് പോണത്. അതുകൊണ്ട് ഇനിയൊരു കുട്ടിയും കൂടി ഉണ്ടായ സഹിക്കൂല എന്ന് വിചാരിച്ചിട്ട് പോവാണ്. അങ്ങനെയാണ് ആ കുട്ടി പിന്നെ ജനിക്കുന്നത്. കാരണം അമ്മ വിചാരിക്കാണ് വേണ്ട, കൊല്ലണ്ട, ജനിക്കട്ടെ എന്ന്. ആ കുട്ടിയുടെ പേരാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ. ഇന്ന് ഇതിഹാസ തുല്യമായി പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന താരത്തിൻ്റെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അമ്മ മുമ്പേ കൊല്ലാൻ നോക്കിയതാണ്. പക്ഷേ നമ്മൾ അമ്മ കൊല്ലാൻ നോക്കിയാൽ എന്താ സാധാരണ നടക്കുക? അമ്മയോട് എതിർപ്പല്ലേ തോന്നുന്നത്. പക്ഷേ ഏത് ലോകകപ്പ് നടക്കുമ്പോഴും അമ്മ വിളിച്ചാൽ ഉടനെ ഓടിയെത്തുന്ന കളിക്കാരൻ്റെ പേര് കൂടിയാണ് റൊണാൾഡോ. അതുകൊണ്ട് നമ്മളോട് ഇങ്ങോട്ട് ചെയ്തു നിങ്ങൾ നോക്കരുത്, പകരം അങ്ങോട്ട് സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുക. കുറേ നാളുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ജന്മമെടുക്കുകയാണ്. ഇത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. അദ്ദേഹത്തിൻ്റെ മൂത്തത് 7ഓളം മക്കളുണ്ട്. ആദ്യത്തെ 3 മക്കൾ ജനിച്ച സമയത്ത്, ചരിത്രത്തിലുള്ളതാണ്, ആദ്യത്തെ 3 മക്കൾ ജനിച്ച സമയത്ത് ഒരു അസുഖമില്ല അമ്മക്ക്. പിന്നെ സിഫിലിസ് എന്ന് പറയുന്ന അസുഖം വരികയാണ്. സിഫിലിസ് വന്നപ്പോൾ പിന്നീട് കുട്ടികൾ ജനിക്കണ്ട എന്ന് പറയാൻ, കാരണം കുട്ടികൾക്കത് വ്യാപിക്കാൻ സാധ്യത ഇത്രമാത്രമൊന്നും മെഡിക്കൽ സയൻസ് വ്യാപിക്കാത്ത കാലമാണ്. 4ാമത്തെ കുട്ടിയെ ഗർഭം ധരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു അബോർഷൻ ചെയ്യാൻ. പക്ഷെ അമ്മ അബോർഷൻ ചെയ്തില്ല. 5ാമത്തെ കുട്ടിയെയും പറഞ്ഞു അബോർഷൻ ചെയ്യാൻ. 7 മക്കൾ അബോർഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് 7ാമത്തെ കുട്ടി ജന്മമെടുക്കാൻ. ആ 7ാമത്തെ കുട്ടി, ഓരോ കുട്ടി ജനിക്കുമ്പോഴും ഒന്നുകിൽ കണ്ണില്ല, ഒന്നുകിൽ കാതില്ല, ഇങ്ങനെയാണ് ജനിച്ചുകൊണ്ടിരിക്കണേ. അവസാനം 7ാമത്തെ മോനും ജനിച്ചു. ആ കുട്ടിയെയും വളർത്തി. ആ കുട്ടിയുടെ പേരാണ് ദ ഗ്രേറ്റ് ബീഥോവൻ. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിഷ്യനായി മാറിയത്. മ്യൂസിക് വേണോ വേണ്ടയോ അതൊക്കെ നിങ്ങൾ വേറെ ചർച്ച ചെയ്തോളി. ഞാൻ പറഞ്ഞത് ലോകത്തിലൊരു പ്രതാപശാലിയായ ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ്. ദ ഗ്രേറ്റ് ബീഥോവൻ, ബൈഥവൻ എന്ന് ഇംഗ്ലീഷുകാർ വിളിക്കുന്ന ലോക പ്രശസ്തനായ മ്യൂസിഷ്യനായി മാറിയത് ഈ 7ാമത്തെ കുട്ടിയാണ്. സിഫിലിസ് ബാധിച്ച മാതാവിനുണ്ടായ കുട്ടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെയും ഞങ്ങൾ ഇകഴ്ത്തരുത്, ഒരു കുട്ടിയെയും നമ്മൾ എന്താക്കരുത്, തള്ളിക്കളയരുത്. ഈ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ നല്ല മക്കളാണ്, ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കല്ല. ഇവരുടെ നന്മകൾ നമ്മൾ കണ്ടേ പറ്റൂ. പുതിയ തലമുറയിലെ കുട്ടികളുടെ നന്മകൾ, അവരിങ്ങനല്ലേ, അങ്ങനെ പ്രശ്നമല്ലേ, ഇങ്ങനെ പ്രശ്നമല്ലേ, ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. പഴയ കാലത്ത് ജുമാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്തിന് തൊട്ട് മുമ്പേ പള്ളിയിൽ 40 ആള് കൂടാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. പഴയ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം. അങ്ങനെ തന്നെയല്ലേ? പരസ്യമായി റമദാൻ മാസത്തിൽ ഭക്ഷണം കഴിച്ചിരുന്നു ആണുങ്ങൾ. പെണ്ണുങ്ങൾ പാവങ്ങൾ നോമ്പൊൽക്കും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. നിങ്ങളെ കാലത്തെ കുറിച്ചിട്ടായി പറഞ്ഞത്, ഞാൻ എല്ലാവരെ പറ്റിയല്ല പറഞ്ഞത് അല്ലേ. റമദാനൊക്കെ പരസ്യമായിട്ട് ആണുങ്ങൾ ഇരുന്നിട്ട് ചോറയിക്കും, പെണ്ണുങ്ങൾ പാവങ്ങൾ നോമ്പുണ്ടാവും. പണ്ടത്തെ കാലത്തൊക്കെ 1 സെന്റിന് വേണ്ടി നമ്മൾ ഒരുപാട് തർക്കിച്ചിട്ടുണ്ട്. പക്ഷേ പുതിയ തലമുറയിലെ മക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോമ്പ് കാലത്ത് പരസ്യമായ ഒരു ഭക്ഷണം കഴിക്കൂല. നോമ്പ് അഥവാ ഇല്ലെങ്കിൽ പോലും അവർക്കൊരു രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അറിയാം. ഞാൻ ഈ പുതിയ തലമുറയിലെ കുട്ടികളെ നന്മ ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഓലെ കുറ്റപ്പെടുത്തി ഇവരെ ശരിപ്പെടുത്തി എന്ന് പറയരുത് കേട്ടോ. ഈ കുട്ടികളെ കൊണ്ട് പള്ളി ഇപ്പോൾ സജീവമാണ്, ആണോ അല്ലേ? നിങ്ങൾ പറ, പഴയതിനേക്കാളും പള്ളികളൊക്കെ സജീവമാണ്. അപ്പം നമുക്ക് പറയാനുള്ളത് എന്താ? ഈമാനുള്ള ആൾക്കാർ കുറവാണ്. ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ കുട്ടികളെ, ഓലെ പോസിറ്റീവ് ഇങ്ങനെ പറയും. ഞാൻ പഴയ ആൾക്കാരെ പറ്റി പറഞ്ഞ കുറ്റപ്പെടുത്തലല്ലേ, ഒരു താരതമ്യം ചെയ്തത് മാത്രമാണ്. ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ, പുതിയ തലമുറയിലെ കുട്ടികൾ, നിങ്ങൾ നോക്കിക്കോ, ഒരു കുട്ടി പോലും ഇനി 1 സെന്റിന് വേണ്ടി അവർ തർക്കിക്കൂല. എനിക്ക് ആ കാര്യം നല്ല ഉറപ്പാണ്. കാരണം പുതിയ തലമുറക്ക് വീട് തന്നെ വേണമെന്ന് ആവശ്യമില്ല. പിന്നെ എന്തിനാ 1 സെന്റ് എന്നുള്ളതാണ്.
അതുകൊണ്ട് 1 സെൻറ്റിന് വേണ്ടിയിട്ട് അവർ വെക്കാണം അടിക്കൂല. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഫ്രൂട്ട് ഷോപ്പിൽ ഫ്രൂട്ട്സൊന്നും അവിടെ കാണൂല. ഉപ്പും മഞ്ച മാത്രമേ പീടികയിൽ പുറത്തിട്ടിരുന്നു. ഉപ്പിന് വില ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ വില കൂടിയപ്പോൾ ഉപ്പ് മഞ്ച പോലും എന്താക്കി അകത്തേക്ക് എടുത്തിട്ട് നമ്മളെ കുട്ടിക്കാലത്ത്. അന്നത്തെ ആൾക്കാരൊക്കെ മോശമെന്നല്ലേ പറഞ്ഞു കേട്ടോ. പക്ഷെ പുതിയ തലമുറയിൽ എല്ലാവരും വിശ്വാസികളാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്. മറ്റേ വിശ്വാസി എല്ലാം പറഞ്ഞത് എല്ലാവർക്കും വിശ്വാസമാണ്. എന്താ കാര്യം? മാങ്കോസ്റ്റിനും ഫ്രൂട്ട്സും എല്ലാ സാധനങ്ങളും അടങ്ങിയ ഫ്രൂട്ട് ഷോപ്പിൽ ഒരു താർപോളിനിട്ടിട്ട് ആൾക്കാർ പെരുകി പോണേ. പുതിയ തലമുറയിലെ കുട്ടികൾ 11 മണിക്കും 12 മണിക്കും അങ്ങാടിയിലുണ്ട്. ഒരൊറ്റ ടാർപോളിനും പൊന്തിച്ചിട്ടൊരു മാങ്കോസ്റ്റിനും അതിൽ നിന്ന് അവർ മോഷ്ടിക്കൂല. കാരണം പുതിയ കുട്ടികൾക്ക് മോഷണം എന്ന് പറയുന്ന സാധനം അഥവാ ആരെങ്കിലും മോഷ്ടാക്കളാണെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടാവും. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. എന്തെങ്കിലും മയക്കുമരുന്നോ ഏർപ്പാടോ കാര്യങ്ങൾ ഉള്ളവരല്ലാതെ മറ്റുള്ളവരൊന്നും ഈ മോഷണത്തിൻ്റെ ആൾക്കാരല്ല. എനിക്ക് ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ ഒരു ഏകദേശം 10-30 സ്റ്റാഫുകളുണ്ട്. ആ 31 സ്റ്റാഫുകളും 18 വയസ്സിനും ഒരു 30 വയസ്സിനും ഇടയിലുള്ളവരാണ്. എന്തൊരു വിശ്വസ്തരാന്നറിയാം. നമ്മളവിടെ പോകേണ്ട കാര്യമില്ല. എല്ലാ കാര്യം അവർ ചെയ്യും. ഞാൻ പറയുന്നത് പുതിയ തലമുറയിൽ നന്മകളാണ്. ആ നന്മകൾ നമ്മൾ അറിഞ്ഞേ പറ്റൂ. അവർക്ക് ചില തിന്മകളുണ്ടാവും. അതിനെ റെക്ടിഫൈ ചെയ്ത് ഇല്ലാതെയാക്കി നമ്മൾ നന്മയിലേക്ക് കൊണ്ടുവരണം. അത്രേ ഉള്ളൂ. പുതിയ തലമുറയിലെ മക്കളെ നമ്മൾ നമ്മളിലേക്ക് അടുപ്പിക്കണം. സ്നേഹത്തോടെ കൊണ്ടുവരണം. കുറ്റപ്പെടുത്തി വികൃതമാക്കല്ലേ. അവരെ സ്നേഹിച്ച് കൂടെ നിർത്ത്. അവരെ സ്നേഹത്തോടെ കൂടെ നിർത്ത്. അതിന് വാപ്പ ഒരു ഒലക്കമുട്ടിയായി നിൽക്കരുത്. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞത്. ഒരു ഒലക്കമുട്ടിയെ പോലെ നിൽക്കരുത്. കുറച്ച് ഫ്ലെക്സിബിൾ ആകും. ഫ്ലെക്സിബിൾ ഫാദർ, അപ്രോച്ചബിൾ ഫാദർ ഒരു പ്രയോഗമാണ്. അപ്രോച്ചബിൾ ആയിരിക്കും. എന്താ പറയുക? അപ്രോച്ചബിൾ എന്ന് പറഞ്ഞാൽ സമീപിക്കാൻ പറ്റണം. വാപ്പാനോട് കാര്യങ്ങൾ പറയാൻ പറ്റണം. വാപ്പാരും ഇങ്ങനെ പേടിച്ച് ഇടങ്ങേറായി നിൽക്കുന്ന മക്കളല്ല ആകേണ്ടത്. പകരം വാപ്പ എനിക്ക് ഇങ്ങനൊരു മോഹമുണ്ട്, എനിക്ക് അങ്ങനൊരു മോഹമുണ്ട് എന്നൊക്കെ വാപ്പയോട് പറയും. വാപ്പ സുഹൃത്തുക്കളെ പോലെ നിൽക്കട്ടെ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ പുതിയ പരിഷ്കാരങ്ങളാണെന്ന്. ഉസ്താദുമാരിയ്ക്കുണ്ടല്ലോ, അവരോട് ചോദിച്ചു നോക്കി, കിതാബ് ഓതിയവരോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ നിന്ന് ഒരുപാട് രാജ്യത്തിൻ്റെ വിഷയങ്ങളും അതിനെ വിശകലനം ചെയ്യാനും ഒരുപാട് ആളുകളെ വിനിയോഗിക്കും. ചിലപ്പോൾ യുദ്ധം വരുന്ന സമയത്ത് അതിൻ്റെ സൈന്യങ്ങൾ, കാരണം രാഷ്ട്രത്തലവനാണ്. എല്ലാവരും ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്തിരുന്നു. ഒരു രാജ്യത്തിലേക്ക് യുദ്ധം വരുമ്പോൾ രാഷ്ട്രത്തലവൻ യുദ്ധത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കും. അത് സ്വാഭാവികമാണ്. ഇന്ത്യയിലേക്ക് പാകിസ്ഥാനും ബംഗ്ലാദേശും നേപ്പാളും ഭൂട്ടാനും ബർമ്മയും അപ്പുറത്തുനിന്ന് എല്ലാവരും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കാരെല്ലാവരും കൂടി യുദ്ധം ചെയ്യുന്നു. അത് സ്വാഭാവികമല്ലേ? കാരണം ഇതൊരു രാഷ്ട്രത്തിൻ്റെ തലവനാണ്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയങ്ങളിൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. കാരണം അത് അനിവാര്യമാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ്. സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കാൻ വേണ്ടി വരുമ്പോഴുണ്ടായ ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ആളുകളെ തയ്യാറാക്കുമ്പോൾ വരെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയെ 2 പേരെയും തോളത്തിരുത്തിയിട്ട് മെല്ലെ ഇങ്ങനെ ആനയായി കളിക്കുമായിരുന്നു. ഹദീസ് എടുത്ത് നോക്കി നിങ്ങൾ. ആരായി ആനയായി കളിക്കുന്നത്? 23 കൊല്ലം കൊണ്ട് ലോകത്തിൽ മുഴുവൻ മാറ്റങ്ങൾ വരുത്തണം ഖിയാമത്ത് നാൾ വരെ. ആകെ 23 കൊല്ലത്ത് ആയുസ്സേ ഉള്ളൂ. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ, അതും അറബി മാസപ്രകാരം. ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ ചിലതിലൊക്കെ 61 ഇയേഴ്സ് എന്നാ കാണാം. 61 വയസ്സ് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടിട്ട് ആരും ശങ്കിക്കണ്ട. അവർ ജനുവരിയാണ് കൂട്ടുന്നത്. നമ്മൾ അറബി മാസം കൂട്ടുമ്പോൾ 63. സത്യത്തിൽ ജനുവരി കൂട്ടുകയാണെങ്കിൽ 61 ഉള്ളൂ. അത്രയും കാലത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്യണം. പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തൻ്റെ പേരമക്കളെയും വളർത്തുമക്കളെയും തൻ്റെ പുറത്തിരുത്തി ആനയായി കളിപ്പിക്കുമ്പോൾ നമ്മളാരെങ്കിലും കളിപ്പിച്ചിട്ടുണ്ടോ? ഒരു പിതാവ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഞാൻ ഉപദേശിക്കല്ല. മാതാക്കൾ കക്ഷത്ത് വെച്ചിട്ട് ഇങ്ങനെ പോവുക, ഇങ്ങനെ പോകും. കുട്ടികളെ ഇങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് നല്ല രസമാണ്. കാരണം ഞാൻ കാണുന്നതൊക്കെ കാണുമോളെ, ഞാൻ കേൾക്കുന്നതൊക്കെ കേൾക്കുമോളെ, ഞാൻ കാണുന്നതൊക്കെ കാണും. ഇതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഒരു പിതാവ് 2 കാലും ഇങ്ങനെയിട്ട് കുട്ടീനെ തൻ്റെ തോളത്തിരുത്തി തന്നേക്കാൾ ഉയരത്തിൽ കയ്യും പിടിച്ചിട്ട് ഇങ്ങനൊരു നടക്കലാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ കാണാത്തതും കാണുമോനെ, ഞാൻ കേൾക്കാത്തതും കേൾക്കുമോനെ, ഞാൻ എത്താത്തിടത്തും നീ എത്തുമോനെ. അതൊരു പിതാവിൻ്റെ നൊമ്പരമാണ്. പിതാവുകൾ കുറെ കണക്ക് കൂട്ടുന്ന ഒരുപാട് സ്വപ്നങ്ങളുള്ള മനുഷ്യരാണ്. മാതാക്കൾ സ്നേഹിക്കാൻ മാത്രം. പിതാവിൻ്റെ സ്നേഹം ഒരു തുലാസിൽ വെച്ചാൽ ഒരിക്കലും മാതാവിൻ്റെ സ്നേഹം പോലെ ആകൂല. കാരണം നിങ്ങളെ അത്ര സ്നേഹിക്കാൻ ഒരാൾക്കും ഈ ലോകത്തിൽ അറിയില്ല. അത് മാതാവിൻ്റെ സ്നേഹം, മാതൃസ്നേഹം വേറെ തന്നെയാണ്. അപ്പം ഈ മാതാവും പിതാവും തമ്മിൽ എന്നും പ്രശ്നമായാൽ കുട്ടികൾക്ക് എന്തൊക്കെ സംഭവിക്കും? കുട്ടികൾക്ക് കുറേ പ്രയാസങ്ങൾ വരും. മാതാവും പിതാവും തമ്മിൽ എന്നും വക്കാണം, എന്നും വഴക്കും. ഇവിടെ അത് ഉണ്ടാവില്ല കേട്ടോ. എന്നാലും ഉണ്ടാകാതിരിക്കട്ടെ.
നമ്മളെ വീട്ടിൽ ഇളച്ചി മൂത്തച്ചിയും മറ്റൊരു നാത്തൂനും എല്ലാവരും കൂടി പ്രശ്നം, അതിൻ്റെ ഇടയിൽ വളരുന്ന കുട്ടിയുടെ പ്രശ്നം എന്തായിരിക്കും? അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല, കാലം കുറെ പരിഷ്കരിച്ചു. ഇപ്പൊ അവർ പോകുന്ന ക്യാമ്പസുകളിൽ അവരനുഭവിക്കുന്ന അനുഭവങ്ങൾ വേറെയാണ്. നമുക്കെങ്ങാനും പണ്ട് അങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും അതിൽ കുടുങ്ങിയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ തലമുറയെ കുറിച്ചാണ് പറഞ്ഞത്. നേരെ മറിച്ച് ഇന്ന് കുട്ടികൾക്ക് എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും ആകെ 2-3% കുട്ടികൾ മാത്രമാണ്. ഇപ്പോൾ ഫറൂഖ് കോളേജിൽ എല്ലാ വർഷവും നമ്മൾ പോകുന്നതാണ്, PSMO കോളേജിൽ എല്ലാ വർഷവും നമ്മൾ പോകുന്നതാണ്, ഇവിടെ തൊട്ടുമിക്ക ക്യാമ്പസുകളിൽ നമ്മൾ പോകുന്നതാണ്. അവിടുത്തെ കുട്ടികൾ 99% കുട്ടികൾ നല്ലവരാണ്. നമ്മളിങ്ങനെ മയക്കുമരുന്ന് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ കുറച്ച് ആളുകൾ ഉപയോഗിക്കും. അതിനിങ്ങനെ പെരുപ്പിച്ച് പറയരുത്. എന്നെപ്പോലെയുള്ള പ്രഭാഷകന്മാർ അതിനെ പെരുപ്പിച്ച് പറഞ്ഞിട്ട് ഇനി മയക്കുമരുന്ന് ഉപയോഗിക്കുക ഈ ലോകത്തിൽ ആരുമില്ല എന്നുള്ള കോലത്തിലാണ് പ്രസംഗിക്കുക. അത് തെറ്റാണ്. കാരണം അതിൻ്റെ കെടുതികൾ ഈ കുട്ടികൾക്കറിയാം. എങ്കിലും ഈ കുട്ടികളോട് പറഞ്ഞോട്ടെ, ക്യാമ്പസുകൾ ചെറുതി അതിൻ്റെ ഒളിയമ്പുകളുണ്ട്. അതിൻ്റെ ഒളിയമ്പ്, ഈ ഒളിയമ്പിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾ? നേരെയുള്ള അമ്പാണെങ്കിൽ നമുക്ക് കണ്ടാൽ മാറാൻ പറ്റും, ചിലപ്പോൾ തടുക്കാൻ പറ്റും. ഒളിയമ്പ് ഹംസ റളിയല്ലാഹു തആല പോലും വീഴ്ത്തിയിട്ടുണ്ട്. ഒളിയമ്പാണ് ഹംസ റളിയല്ലാഹു തആല വീഴ്ത്തിയത്. അതുകൊണ്ട് ഒളിയമ്പാണ് മയക്കുമരുന്നിൻ്റെ. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പ്രണയത്തിൻ്റെ ഒളിയമ്പുകളുണ്ട്. നമ്മളറിയാതെ ചില ട്രാപ്പിൽ പെട്ടുപോകും. അതിന് സോഷ്യൽ മീഡിയ വലിയൊരു കാരണമായി തീരും. ഞാൻ ഒരുപാട് കുട്ടികളുടെ കഥകൾ അറിയുന്ന, എൻ്റെ മൊബൈൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികളുടെ കഥകൾ ഇതിൽ കിടക്കുന്നുണ്ട്. അവരുടെ ഉമ്മമാരുടെ വേദനകളായി, കരച്ചിലുകളായി, ആർത്തനാദങ്ങളായി. എൻ്റെ കുട്ടി പോയി സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൂരിൽ നിന്നൊരു സ്ത്രീ വിലപിക്കുന്ന വിലാപം പോലും ഇതിലുണ്ട്. ഞാൻ പറയുന്നത് ഞങ്ങളെപ്പോലുള്ള കൗൺസിലേഴ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തെ സോഷ്യൽ ലീഡേഴ്സിൻ്റെ ഒക്കെ അടുക്കലേക്ക് വിഷയങ്ങൾ വരും. അപ്പം നമുക്ക് ആകെ സങ്കടം തോന്നും. എന്താ കാര്യം? പരീക്ഷയുടെ സമയത്ത് ഉമ്മ അംഗീകരിച്ചില്ല. വിജയിച്ചപ്പോൾ A+ കുറഞ്ഞു പോയപ്പോൾ ഉമ്മ നോക്കിയില്ല, ഉമ്മ കൈയ്യൊടുത്തില്ല. പകരം അപ്പുറത്തൊരു ഹൈന്ദവനായ പയ്യൻ കൈയ്യൊടുത്തു, അവൻ അനുമോദിച്ചു. അതിൻ്റെ പേരിൽ അവർ തമ്മിൽ പ്രണയമായി. അത് വലിയ വിഷയമായി. ഹൈന്ദവർക്കും ഉണ്ടാകൂലേ പ്രയാസങ്ങൾ? ഹൈന്ദവ കുട്ടികളെ നമ്മളെന്തിനു കൊണ്ടുവരണം? മുസ്ലിം കുട്ടികൾ അവരെന്തിനു കൊണ്ടുപോകണം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് അവരുടേതായ കർമ്മങ്ങളും നമ്മുടേതായ മൂല്യങ്ങളും അവർക്ക് അവരുടേതായ മൂല്യങ്ങളുമുണ്ട്. എല്ലാവരും ആ മൂല്യത്തിൽ ജീവിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അനാവശ്യമായ ഈ ജൈത്രയാത്രയിൽ ഒരു വഴിതിരിഞ്ഞ് പോക്കുകൾ ഉണ്ടാകരുത്. പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് അതിൻ്റേതായ ഇപ്പം സോഷ്യൽ മീഡിയ നിങ്ങളറിയണം. ഡാർക്ക് റൂം എന്ന് പറയാം, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാമല്ലോ. അഥവാ ഈ ഹേറ്റേഴ്സിനെ കൂട്ടി നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത്, ആളുകളുടെ മനഃശാസ്ത്രം ഇതിലൂടെ അറിയാം. എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ സെർച്ച് ചെയ്തതിൻ്റെ ആവർത്തനങ്ങളായി ഇതിൽ വന്നുകൊണ്ടിരിക്കുക. ഒരാൾക്ക് ഇപ്പോൾ ഒരു ടീമിനോടൊരു എതിർപ്പുണ്ടെങ്കിൽ അതിന് എതിരായിട്ട് സെർച്ച് ചെയ്താൽ പിന്നെ നമ്മുടെ ജീവിതകാലം മുഴുവനും അവരെ എതിർത്തുകൊണ്ട് നടക്കാനുള്ള ഒരു സൈക്കോളജിയിലേക്ക് സോഷ്യൽ മീഡിയ നമ്മളെ കൊണ്ടുപോകും. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം സെർച്ച് ചെയ്താൽ അതിൻ്റെ ആ ഡാർക്ക് റൂമിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ. അവസാനം അതിന് വിളിച്ചിരിക്കുന്ന പേര് ഇരുട്ടറ എന്നാണ്. നമ്മൾ എതിർപ്പിൻ്റെ, കുറ്റപ്പെടുത്തലിൻ്റെ, വിമർശനത്തിൻ്റെ. ഞാനതാണ് ഈ സംഘടനകൾ തമ്മിലുള്ള തല്ലുകളോ അവർ തമ്മിലുള്ള അങ്ങോട്ടുള്ള പ്രശ്നങ്ങളോ ഞാൻ കേൾക്കാറേ ഇല്ല. 100ാം വാർഷികം ആര് നടത്തിയാലും കുഴപ്പമില്ല എന്നുള്ളിടത്താണ് ഞാൻ നിൽക്കുന്നത്. കാരണം ആര് നടത്തണം എന്നുള്ളതല്ല, അതിങ്ങനെ കേട്ടാൽ ഇവിടെ ഇവിടെയൊക്കെ പാടെ നമ്മളെ തലാക ഇതായി പോകും എന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആര് നടത്തണമെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ടീമിനോട് എതിർപ്പ്, ഒരു ടീമിനോട് ഇത്. എന്തിന്? നമ്മുടെ ജീവിതം നല്ല രസകരമായി പോകാനുള്ള. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന് പറയണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ആരെയും എതിർക്കണ്ട, എല്ലാവരും പോകുന്ന രീതിയിൽ പോകട്ടെ. പക്ഷേ നമുക്കാരോടും വെറുപ്പുണ്ടാകരുത്. വീട്ടിൽ ഉമ്മയോട് മുതൽ അവിടെ ചെറിയ മക്കളുണ്ടാകും, കുഞ്ഞുമക്കൾ, അവരോട് എതിർപ്പുണ്ടാവരുത്. എതിർപ്പുണ്ടായാൽ നമ്മുടെ ശരീരം തന്നെ, നമുക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ചില ദ്രാവകങ്ങളുണ്ട്. നമുക്ക് ആളോട് അസൂയ തോന്നിയാൽ, ദേഷ്യം തോന്നിയാൽ, കുനിഷ്ട് തോന്നിയാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ കാണുന്ന ഇത് മുഴുവൻ വളർന്ന് അത് പിന്നെ ക്യാൻസറിസ്റ്റിക്കായിട്ട് മാറും. നിങ്ങൾ നോക്കിക്കോ, നാച്ചുറോപ്പതിയുടെ പഠനങ്ങളുണ്ട്, അതിൻ്റെ ലേഖനങ്ങളുണ്ട്, ഇവിടുത്തെ ഡോക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. അതിൽ പറയുന്നത്, ഒരാൾ എന്നും ദേഷ്യക്കാരനാണെങ്കിൽ ദേഷ്യപ്പെടുക അയാൾക്ക് ഹാർട്ടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. ഒരാൾക്ക് ആളുകളോട് വൈരാഗ്യം, ദേഷ്യം, അസൂയ, കുശുമ്പ്, കുനുഷ്ട് ഇതിങ്ങനെ കൂടി അയാളിൽ അത് മാത്രം അക്യുമുലേറ്റ് ചെയ്താൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യൂറോപ്പിൻ്റെ പഠനങ്ങൾ നിങ്ങൾ നോക്കുക. അതുകൊണ്ട് അവർ എപ്പോഴും ഹാപ്പിയായിട്ട് ജീവിക്കാനാണ് നോക്കുക. ഈ ഹാപ്പിയായിട്ട് ജീവിക്കുക എന്നുള്ള വെറും സന്തോഷമല്ല. ഇപ്പം ഈ ഹാപ്പിയായിട്ട് ജീവിക്കുന്നവർക്ക് ഇത് വരൂലേന്ന് ചോദിക്കും, അവർക്കും വരാം. സാധ്യത വളരെ കുറവാണ്. നേരെ മറിച്ചിട്ട് നമ്മൾ ഈ കുശുമ്പും കൊണ്ട് നടന്നാൽ, കുടുംബത്തിൽ അസൂയയും കൊണ്ട് നടന്നാൽ,
ഒരാൾ കുടുംബത്തിൽ വിജയിച്ചു പോയാൽ അതാകട്ടെ, ഒരാൾ നല്ല സമ്പന്നനായി, അൽഹംദുലില്ലാഹ്, അതല്ലേ നമ്മൾ നോക്കണ്ടേ? ചിലപ്പോൾ അപ്പം നമ്മൾ പറയും എമ്മക്കറിയപ്പോ ഓൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് അലക്കാൻ പോയിരുന്ന ആളല്ലേ, എന്തിനാ ഇപ്പോൾ നമ്മൾ പറയാൻ നിൽക്കുന്നത്? അവനെ കൂടുതൽ സല്യൂട്ട് ചെയ്യണം. കാരണം അവൻ്റെ പിതാമഹൻ അല്ലെങ്കിൽ അവൻ്റെ ഉമ്മ രാജാത്തിയായി വന്ന് ആ സമ്പത്തുകൊണ്ട് നമ്മൾ രാജാവാകുന്ന വലിയ അത്ഭുതമൊന്നുമില്ല. ഒരാളുടെ ഉമ്മ മണ്ണാത്തിയായി അടുത്ത വീട്ടിലെ പാവം പ്രസവിച്ച സ്ത്രീകളുടെ അലക്കുകൾ അലക്കി അങ്ങനെ വളർന്നു വന്ന ഒരു മോൻ പിന്നെ കോടീശ്വരനാകുമ്പോ അവനാ നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കണ്ടേ, അല്ലാതെ അവന് ഇകഴ്ത്തല്ല നമ്മൾ ചെയ്യണ്ടേ. ഇപ്പൊ യൂസഫ് അലി സാഹിബിനെ പോലെയുള്ളവരൊക്കെ എന്തുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ മറച്ചു വെക്കാലോ? യൂസഫ് അലി സാഹിബ് എന്ത് പറയുമ്പോഴും ചെറുപ്പത്തിൽ പ്രയാസപ്പെട്ട കഥകൾ പറയും, എന്നിട്ട് ദുബായിൽ പോയിട്ട് ചുമടേറ്റിയ കഥ പറയും, എന്നിട്ട് ലോഡിലേക്ക് വെയിലും കൊണ്ട് ചുമടേറ്റിയിട്ടുള്ള ചുമട്ട് തൊഴിലാളിയായിരുന്നു ഞാൻ എന്ന് പറയും. അങ്ങനെയുള്ള ആള് യൂസഫ് അലി ആകുമ്പോഴാണ് അതിലൊരു രസമുള്ളത്. അല്ലാതെ യൂസഫ് അലിയുടെ വാപ്പാരൊക്കെ ഭയങ്കര രാജാക്കന്മാരായി അങ്ങനെ അതിൽ നിന്ന് പോകുന്നതാണെങ്കിൽ യൂസഫ് അലി സാഹിബിന് വലിയ പ്രത്യേകത ഒന്നുമില്ല. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇല്ലാത്ത ഒരാൾ വലുതായി വരുമ്പോൾ കൂടുതൽ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണം. അള്ളാഹുവിനോട് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിന് കൂടുതൽ ഉണ്ടാകട്ടെ എന്ന്. അതിൽ അസൂയപ്പെടല്ല നമ്മൾ വേണ്ടേ? നമ്മൾ അപ്പോഴേക്കും പറയുന്നത് അമ്മക്കറിയാലോ എൻ്റെ അമ്മ എങ്ങനെയായിരുന്നു എന്നുള്ളത്, അമ്മക്കറിയാലോ എൻ്റെ അപ്പ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇതല്ല വർത്തമാനം. വാപ്പന്മാരുടെ പ്രതാപത്തിൽ നിന്നുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് പൂജ്യത്തിൽ നിന്നുണ്ടാക്കലാണ്. ബിൽ ഗേറ്റ്സ് പറയുന്നുണ്ട്, കഴിഞ്ഞ 2 വർഷം മുമ്പ് 24 വർഷം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ബിൽ ഗേറ്റ്സ് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ റൂമിന് വാടക കൊടുക്കാനില്ലാത്തത് കൊണ്ട് കോണിയുടെ ചുവട്ടിലുള്ള ഒരു സ്ഥലത്തായിരുന്നു ഞാൻ ആദ്യമായിട്ട് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സാധനം തുടങ്ങിയത്. പിന്നെ ആ കോണിയുടെ ചുവട്ടിലെ റൂമിൽ നിന്നാണ് ഉയർന്നുയർന്ന് പോകുന്നത്. അസീം പ്രേംജിയോട് വിപ്രോ എന്ന് പറയുന്ന സാധനത്തിൻ്റെ പൂവ് മാറ്റണമെന്ന് പണ്ട് ആവശ്യപ്പെട്ടു. വിപ്രോന്റെ ചിഹ്നം എന്താണ്? പൂവാണ്, സൂര്യകാന്തി പൂവാണ്. അസീം പ്രേംജിയോട് പറഞ്ഞു, ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന അന്ന് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് സമ്പന്നനാണ്, നിങ്ങൾ അത്രയും വലിയ സമ്പന്നനാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഈ ടെക്നോളജിയും ഈ പറയുന്ന ഇത് പൂവും തമ്മിൽ എന്തില്ല, ബന്ധമില്ല. കാരണം ടെക്നോളജി വേറെ, ഈ കാരണം സൂര്യകാന്തി പൂവ് വേറെയാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും സൂര്യകാന്തി എണ്ണ വിറ്റ് നടന്നിരുന്ന ആളുകളായിരുന്നു, സൂര്യകാന്തി പൂക്കളെ കൊണ്ട് എണ്ണ വിട്ട് നടന്നിരുന്ന ആള്. അതുകൊണ്ട് അതിൻ്റെ പേരമകൻ വളർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായാലും എൻ്റെ പിതാവിനെയും എൻ്റെ പിതാമഹനെയും ഓർക്കാൻ ആ സൂര്യകാന്തി പൂവ് അവിടെ തന്നെ നിൽക്കട്ടെ എന്നാണ്. ലോകപ്രശസ്തമായ വിപ്രോ എന്ന കമ്പനിയുടെ എംബ്ലം സൂര്യകാന്തി പൂവായി അന്നും നിലനിന്നത് ഇതിൻ്റെ പേരിലാണ്. അവിടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വലുതായി വരുന്നു എന്നതുകൊണ്ട് നമുക്ക് അസൂയ വേണ്ട. പടച്ചോൻ അങ്ങനെയൊക്കെ ചെയ്യും. ചിലപ്പോൾ ഇല്ലാത്തവരെ ഉയർത്തിക്കൊണ്ടുവരും, ഉള്ളവരെ മുഴുവൻ തകർത്തെറിയും. കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ, മാളികപ്പുറത്തേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. പൂന്താനത്തിന്റെ വരികളാണ്, ദൈവത്തെക്കുറിച്ചുള്ള വരികളാണ്. കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ. അങ്ങോട്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ജനങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് നടിക്കുന്നതും ഭവൻ, അദ്ദേഹത്തിന്റെ ഭവനയാണ്. എന്നിട്ട് പറഞ്ഞ വാക്കെന്താണ്? മാളികപ്പുറത്തേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. മാളികപ്പുറത്തേറിയ വലിയ മന്നനായിരിക്കും, അവൻ്റെ തോളിൽ പിന്നീട് മാറാപ്പ് കയറ്റി പരമദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്നതും ഭവാൻ. കൂടെയില്ല ജനിക്കുന്ന നേരത്തും കൂടെയില്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തോ മത്സരിക്കുന്നതെന്തിനോ നാം വൃഥ. അദ്ദേഹം അതിൽ തന്നെ ചോദിക്കാം, കൂടെയല്ലല്ലോ നമ്മൾ ജനിക്കുമ്പോൾ, കൂടെയല്ലല്ലോ നമ്മൾ മരിക്കുമ്പോൾ, മധ്യത്തിലല്ലേ നമ്മൾ ഈ കാണുന്നത്, നിങ്ങനെ ഇടയ്ക്കല്ലേ നമ്മൾ ഈ കാണുന്നുള്ളൂ, അതിലും നമ്മൾ എന്തിനാ പരസ്പരം മത്സരിക്കുന്നത്? അതുകൊണ്ട് കുടുംബത്തിൻ്റെ മത്സരങ്ങൾ നിർത്തി കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോവുക. ഞാൻ അധികം നീട്ടി പറയുന്നില്ല, ഞാൻ ചുരുക്കട്ടെ. കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോവുക. ആ കാഴ്ചപ്പാടിൽ ഒന്നാം സ്ഥാനം നമ്മുടെ വാല്യൂസാണ്. നമ്മുടെ വാല്യൂസിനെ വിട്ടിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ല. ആരായിരുന്നാലും ശരി, ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആണെങ്കിലും ഇനിയൊരു രാജ്യം നമ്മളെ പ്രാർത്ഥിച്ചിട്ട് ഫാത്തിഹ ഓതിയിട്ടൊന്നും ഇത് വിടാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ രാത്രിയുടെ നിശബ്ദതയിൽ തഹജ്ജുദ് നിസ്കരിച്ച്, അല്ലാഹുവേ ചന്ദ്രയാൻ 2ാമത് ഞാൻ വിടാൻ പോവാണ്, ആകാശത്തിന്റെ ഇതിനൊക്കെ ഭേദിച്ചുകൊണ്ട് ചന്ദ്രനിൽ പോയി ഇറങ്ങി സുന്ദരമായി അതിനെ വിജയിപ്പിക്കണേ എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ രാത്രിയുടെ നിശബ്ദതയിൽ തഹജ്ജുദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന സയന്റിസ്റ്റായി ഈ പറയുന്ന തൊണ്ടിക്കോടൻ കുടുംബത്തിലെ കുട്ടികൾ ഉണ്ടാകണം. ഞാൻ പറഞ്ഞത് അതാണ്. കാരണം ഞാൻ പറഞ്ഞത് വർഗീയപരമായ പരാമർശമല്ല, നമ്മളെ വിശ്വാസങ്ങളാണ്. ഒരു ഡോക്ടറായിട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അല്ലാഹുവേ
ഈ പാപം കുട്ടിയുടെ. ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വരിക, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഹമീദ് അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്, അദ്ദേഹം ഹമീദ് പറമ്മൽ. ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ, ധൃതിയിൽ വരാൻ. എന്നോട് ഇവിടെ പറഞ്ഞത് 10:30 എത്തണം എന്നാണ്. അപ്പോൾ ആ സ്പീഡിലാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കണേ. ആ 10:30 എത്താൻ വേണ്ടി വരുമ്പോഴാണ് ഒരു വണ്ടിക്കാരൻ കയ്യാട്ടിന് അപ്പുറത്തൊരു വണ്ടിയുണ്ട്. അപ്പോൾ അവൻ പാമ്പ് കടിയേറ്റ് വന്ന ഒരു പാവം മനുഷ്യനെ, മുയ്തുക്ക എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, പിന്നീട് ആ പേരൊക്കെ നമ്മൾ അറിയണത്, അദ്ദേഹത്തിന് പാമ്പ് കടിച്ചിട്ട് പെട്ടെന്ന് കൊണ്ടുപോകുമ്പോൾ വഴിയിൽ നിന്ന് എണ്ണ കഴിഞ്ഞതാണ്. എണ്ണ കഴിഞ്ഞിട്ട് പാവം ധൃതിയിൽ കയ്യാട്ടാണ്. വേണമെങ്കിൽ നമുക്ക് നിർത്താതെ പോരായിരുന്നു. കാരണം യൂണിവേഴ്സിറ്റിക്ക് അപ്പുറത്ത് നീരോൽപ്പാലത്ത് 10:30 എത്തണമെങ്കിൽ NH നമ്മൾ നിർത്തേണ്ടതില്ല. പക്ഷേ ഞങ്ങൾ നിർത്തി. അപ്പോൾ പറഞ്ഞത് പാമ്പ് അടിച്ചിട്ട് കൊണ്ടുപോവാണ്, നേരെ ഞങ്ങളെ വണ്ടി കയറ്റാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ 10:30 എത്തല്ല വേണ്ടത്, ഇവിടെ 11:30 എത്തിയാലും വേണ്ടില്ല, ആ സാധു രക്ഷപ്പെടലാണ്. ഞാൻ ചെയ്ത കാര്യം പറയല്ല. എന്നിട്ട് എന്തൊക്കെ നേരെ വണ്ടിയിലേക്ക് കയറ്റി മിംസിൽ ഇറക്കി കൊടുത്തു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പൈസ ഉണ്ടോ, പൈസ എന്തെങ്കിലും വേണോ? ആത്മാഭിമാനത്തോടെ സഹോദര, കൂലിപ്പണി എടുക്കുന്ന ആൾക്കാർ മനുഷ്യരെ നമ്മൾ നെഞ്ചോട് ചേർക്കണമെന്നതാണ്. പാവപ്പെട്ടവരെ, അവർ ചിലപ്പോൾ കൂലിപ്പണിക്കാരാവും, ചിലപ്പോൾ ഒന്നിനും പറ്റാത്തവരാവും. ഞാൻ പറയാ, ഇന്ന് നിങ്ങളുടെ A+കാരെ ആദരിക്കും ഇല്ലേ? A+കാരെ ആദരിക്കണില്ലേ? ഉണ്ടാവുമല്ലോ, ഒരു കുടുംബം A+കാരെ ആദരിക്കും, ഉമ്മമാരാദരിക്കും, പ്രൊഫഷണൽസായ ഡോക്ടേഴ്സിനെ ആദരിക്കും, എൻജിനീയേഴ്സിനെ ആദരിക്കും. ചിലപ്പോൾ നിങ്ങളെ കൂട്ടത്തിലൊരു സിവിൽ സർവീസുകാരുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് സൗമ്യമായിട്ടൊരു കാര്യം പറയാണ്. ഇനി നിങ്ങൾ ആദരിക്കുമ്പോൾ ഒരു സഹോദരൻ എന്ന നിലക്ക് പറയാട്ടോ, എൻ്റെ ഒരു ആശയം പറയാണ്. നമ്മളത് ഈ അടുത്തിടെ പാറമ്മൽ കുടുംബത്തിൽ പറഞ്ഞിട്ട് അവരത് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞിട്ടുണ്ട്, ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഇനി ആരെ ആദരിക്കണം എന്നും കൂടി പറയാം. ഈ കൂട്ടത്തിൽ ഏതോ ഒരു പാവം മനുഷ്യനിരിക്കുന്നുണ്ടാവും, ഞങ്ങൾ ഉപദേശിക്കല്ലേ, ഏതോ ഒരു പാവം മനുഷ്യരിക്കുണ്ടാവും. അദ്ദേഹത്തിന് 3-4 പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവും. കൂലിപ്പണി മാത്രം ചെയ്തിട്ടായിരിക്കും ആ സാധു ജീവിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ ഈ കുടുംബത്തിൽ അങ്ങനത്തെ ഒരാളുണ്ടാവും, 3-4 പെൺകുട്ടികൾ. ആ സാധു നെഞ്ചിൽ നെരിപ്പോടുകൾ തീർത്തിട്ടായിരിക്കും ഈ കുട്ടികൾ മുഴുവൻ കെട്ടിച്ചയച്ചിട്ടുണ്ടാവുക. ഓരോ മക്കളെ കെട്ടിച്ചതിൻ്റെ കടബാധ്യതയും പേറിയിട്ടായിരിക്കും പിറ്റേന്ന് കൂലിപ്പണിക്ക് പോയിട്ടുണ്ടാവുക. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ, തൊണ്ടിക്കോടൻ കുടുംബം അടുത്ത സംഗമത്തിലെങ്കിലും 3 മക്കളെ പ്രയാസപ്പെട്ട് വളർത്തി കൂലിപ്പണി ചെയ്ത് കെട്ടിച്ചയച്ച ആ പാവം മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്ന് ആദരിക്കുമ്പോഴാണ് നമ്മുടെ ആദരം പൂർത്തീകൃതമാകുന്നത്. ആ മനുഷ്യനെ ആദരിക്കുമ്പോഴാണ്. ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ ആദരിക്കണമെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയില്ല. ഇനി അതൊക്കെ ഉണ്ടാവട്ടെ, നിങ്ങൾ ഈ സംഗമത്തിൽ നിന്ന് ചിലപ്പോൾ ഒരാൾ വന്നിട്ടുണ്ടാവില്ല. അതെന്താണെന്നറിയോ? ആ ആളുടെ മോന് ചിലപ്പോൾ ഒരു ഓട്ടിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ADHD ഉള്ള ആളായിരിക്കും, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ആളായിരിക്കും. ഇങ്ങോട്ട് ആ കുട്ടിനെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ മാന്തിയിട്ടും പറിച്ചിട്ടും ആകെ പ്രശ്നമാക്കുമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനത്തെ ആൾ ഉണ്ടാവണമെന്ന് ഉറപ്പൊന്നുമില്ല. പാവം ഓട്ടിസം ബാധിച്ച കുട്ടിയുടെ മാതാവ് വീട്ടിലിരിക്കുന്നുണ്ടാവും. ഒരു സമൂഹത്തിലേക്കും ഇറങ്ങാതെ, കല്യാണത്തിന് പോലും പോകാതെ, ഇതേപോലെ കുടുംബസംഗമത്തിൽ റാഹത്തായി വന്നിരിക്കാൻ പറ്റാത്ത ഈ പാവം കുട്ടിയുടെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയെ വിളിച്ച് നിങ്ങൾ ആദരിക്കണം. അപ്പോഴാണ് നമ്മുടെ ആദരം പൂർത്തിയാകുന്നത്. ഇവിടെ ഇന്ന് പ്രമാണിമാളെ ആദരിക്കാൻ, പഠിച്ചവരെ ആദരിക്കാൻ, ഡോക്ടറേറ്റ് എടുത്തവരെ ആദരിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷേ കൂലിപ്പണിക്കാരനായ പിതാവിനെ ആദരിക്കാൻ ആരുമില്ലാതെ പോകുന്ന ഒരു കാലം. ഇവിടെ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഉമ്മയെ ആദരിക്കാൻ ആളുകളില്ല. ഇനി അതൊക്കെ നിങ്ങൾ ചെയ്യും, അത് ചെയ്യും. അത് അത്രയും ദീനീപരമായ നല്ല മൂല്യമുള്ള കുടുംബമാണിത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പാവപ്പെട്ടവരെ കൂടി നമ്മൾ ആദരിക്കുന്നു. APJ അബ്ദുൽ കലാമിനെ അനുകരിച്ചുകൊണ്ട് ഡൽഹിയിലൊരു മുഖ്യമന്ത്രി ചെയ്തതുപോലെ APJ അബ്ദുൽ കലാം അങ്ങനെ ഉദ്ഘാടനത്തിന് പോവുക. ഞാൻ കലാം സാറിനെ ഇവിടെ പറഞ്ഞോട്ടെ വന്നു. അദ്ദേഹം പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ മൂപ്പരല്ല അത് ഉദ്ഘാടനം ചെയ്യുക. ഒരുപാട് അനുഭവങ്ങളാണ്. പാലത്തിൻ്റെ ഉദ്ഘാടനത്തിനാണ് പോണതെങ്കിൽ അദ്ദേഹം ഇങ്ങനെ വന്ന് നോക്കും, എന്നിട്ട് പണിക്കാരെ വിളിക്കും. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയാണത്. എന്നിട്ട് ആ പണിക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തത് ആരാന്ന് ചോദിക്കും. ഈ പാലത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നിങ്ങളെ കൂട്ടത്തിൽ ജോലി ചെയ്തത്. അപ്പോൾ അതിലൊരു മൂപ്പനുണ്ടാവും. അയാൾക്ക് ചിലപ്പോൾ 70 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അന്ന് നല്ല ഡ്രസ്സും കൂടിയിട്ടുണ്ടാവില്ല, ഒന്നുമില്ലാതെ സാധാരണ തുണിയും കുപ്പായെടുത്ത് വന്ന ആ മനുഷ്യൻ്റെ കയ്യിൽ കത്രിയാണ്ട് കൊടുക്കും. എന്നിട്ട് പ്രസിഡന്റ് നോക്കി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഈ പാവം മനുഷ്യൻ കണ്ണീരോടെ ഉദ്ഘാടനം ചെയ്യും. അപ്പോഴാണ് APJ ആകുന്നത്. അപ്പോഴാണ് ഉദ്ഘാടകരാകുന്നത്. അല്ലാതെ നമ്മൾ തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോഴല്ല. നമ്മുടെ സാന്നിധ്യത്തിൽ ഈ പാവങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ സാധുവും വളർന്ന് നമ്മളും വളർന്ന് മനുഷ്യരുടെ മനസ്സിൽ നമ്മൾ ഒരുപാട് ഉയരത്തിലായി. അതുകൊണ്ട് എല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കരുത്. അപ്പം ഇതേപോലെ തരളിമയുള്ള ഒരു പേഴ്സണാലിറ്റിയായി നമ്മൾ മാറുക. ഞാനിത് പറഞ്ഞത് ഞാൻ ആയിത്തീരാൻ വേണ്ടിയിട്ട്, ഞാൻ അങ്ങനെ ആണെന്നല്ല പറഞ്ഞത്, ഞാനും ആകാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയുന്നു.
ഇങ്ങനെ മനുഷ്യരെ സ്നേഹിക്കുന്ന ആളുകളായി നമ്മൾ മാറുക. പിന്നെ ആധുനിക ടെക്നോളജിയുടെ കാലത്ത് ഞാൻ അതിലേക്ക് ഒന്നും കൂടി വന്നോട്ടെ, ഇതിലൊരുപാട് ചതിക്കുഴികളുണ്ട്. നീ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ പറയുന്ന സാധനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് നമ്മുടെ മനസ്സിനെ മാറ്റിക്കൊണ്ടിരിക്കുക. എൻ്റെ ഒരു പ്രിയങ്കരനായ സുഹൃത്തുണ്ട്, അദ്ദേഹം അതായത് B.Pharm കഴിഞ്ഞ് M.Pharm കഴിഞ്ഞ് M.Phil കഴിഞ്ഞ് PhD കഴിഞ്ഞ ആളാണ്. M.Phil കഴിഞ്ഞ് അതിൽ PhD ചെയ്യുന്ന ആൾക്കാർ വളരെ റെയറാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു വലിയ മരുന്ന് കമ്പനിയിലാണ്. അദ്ദേഹം പറയാണ്, ഞങ്ങളുടെയൊക്കെ കമ്പനി ഇപ്പോൾ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഥവാ ഐ ഡ്രൈനസ് വന്നിട്ട് എന്നാണ് കണ്ണുകൾ വരണ്ടു പോയിട്ടുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്ത് വരാനിരിക്കുന്ന ഒരു വലിയ അസുഖമായിട്ട് ഐ ഡ്രൈനസ് മാറാൻ പോവാണ്. കാരണം കുട്ടികൾ കംപ്ലീറ്റ് ഏതിലാണ്? മോണിറ്ററി ടൈമിലാണ്, അഥവാ സ്ക്രീൻ ടൈമിലാണ്. ഈ സ്ക്രീൻ ടൈം കൂടിയാൽ നമ്മുടെ കണ്ണ് പ്രശ്നം, കണ്ണിടക്ക് ചലിക്കേണ്ടതാണ്, കണ്ണിടക്കണ്ടു ആവേണ്ടതാണ്. അതിന് പകരം 2.5 മണിക്കൂർ, അത് കഴിഞ്ഞാൽ പിന്നെ 3 മണിക്കൂർ, അത് കഴിഞ്ഞാൽ പിന്നെ 3 മണിക്കൂർ ചലിക്കാതെ കണ്ണുകളിരിക്കുക. നമ്മൾ ഇവിടെ ബെൻഡാവുക, അറിയാതെ പല പല അസുഖങ്ങളും വരിക. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡോക്ടേഴ്സിനോട് നിങ്ങൾ ചോദിക്കുക. അതിൻ്റെ കോൺഫറൻസിലൊക്കെ അവരുടെ സെമിനാറുകൾ നമ്മൾ കേട്ടതാണ്. എന്ന് വെച്ചാൽ പഴയ കാലത്തൊക്കെ 60-65 വയസ്സായ ആൾക്കാർക്കാണ് ഈ ബാലൻസ് തെറ്റുക എന്നൊക്കെയുള്ള അസുഖങ്ങളൊക്കെ കൂടുതൽ വരിക. ഇപ്പം 14-15 വയസ്സായ കുട്ടികൾക്ക് വരെ ബാലൻസ് തെറ്റുന്നൊരവസ്ഥയിലേക്ക് ഡോക്ടേഴ്സിനോട് ചോദിക്കുക. നിങ്ങൾ എന്താ കാര്യം? ബാലൻസ് തെറ്റാൻ ഇതൊക്കെ തന്നെയാണ്, ഇംബാലൻസ്ഡ് ആയിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ സ്ക്രീൻ ടൈം മൊത്തത്തിൽ ഒഴിവാക്കി ഇതെല്ലാം കൂടി എടുത്തേക്കണം എന്നല്ല, പക്ഷേ കുട്ടികൾക്ക് പോസിറ്റീവായിട്ടുള്ളത് കൊടുക്ക്. പോസിറ്റീവായിട്ടുള്ള ഉദാഹരണത്തിന് ഭാഷ പഠിക്കാനുള്ള ആപ്പുണ്ട്. ആ ആപ്പിലുള്ള ഗെയിം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 വട്ട കുട്ടി ഗെയിം കളിക്കുമ്പോഴത്തേന് ഇംഗ്ലീഷ് ഭാഷ പഠിയുന്നു. നിങ്ങളെന്താ അത് ചെയ്ത് കൊടുക്കാത്തത്? നല്ല രസമല്ല അങ്ങനത്തെ ഒരു ഗെയിം കൊടുക്കുക. കാറ് ഇങ്ങനെ പോകുമ്പോൾ കാറ് ടേണിങ് നടത്തുമ്പോഴൊക്കെ ഇവനിങ്ങനെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എഴുതണോർ ആസ് സൂൺ ആസ് മച്ച് ആസ് ഇൻട്രോഗേറ്റീവ് അഫർമേറ്റീവ് ഒക്കെ അടിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു 100 വട്ടം കാർ അവിടെ എത്തുമ്പോഴേക്ക് പിന്നെ ടീച്ചർ ഇങ്ങനെ അടങ്ങാറായിട്ട് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്നൊന്നും പറഞ്ഞാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഗെയിമിലൂടെ കുട്ടികൾക്ക് പഠിക്കാം, ഭാഷ സുന്ദരമായിട്ട് പഠിക്കാം. ഈ കുട്ടികൾ അഥവാ കാർട്ടൂൺ കാണണമെങ്കിൽ ഭാഷ മാറ്റി കാണിപ്പിക്കുക. ഞാൻ ചില വഴികൾ നിങ്ങളോട് പറഞ്ഞുതരാണ്. ഏതായാലും കാർട്ടൂണിൽ ഈ കുട്ടികളെ മാറ്റാൻ പറ്റൂല. എൻ്റെ ഒരു സുഹൃത്തുണ്ട് കോഴിക്കോട്. അദ്ദേഹത്തിൻ്റെ മക്കൾ 7 വയസ്സ് 8 വയസ്സായ കുട്ടികൾ സുന്ദരമായിട്ട് ഭാഷ പറയും. അപ്പോൾ ഒരിക്കൽ ഞാൻ കോഴിക്കോട് അവിടെ പറഞ്ഞിട്ടുണ്ടത്, കോഴിക്കോട് ഒരു പരിപാടിക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ നേരെ പറഞ്ഞു ആയിക്കോട്ടെ പോവാന്ന് പറഞ്ഞു. അദ്ദേഹം നമ്മുടെ സുഹൃത്താണ്. അവിടെ പോയപ്പോൾ 2 കുട്ടികൾ വരുന്ന 7, 8, 9 വയസ്സായ കുട്ടികൾ. എന്നിട്ട് വന്നിട്ട് എന്നോട് ഹിന്ദി സംസാരിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കണം, അറബി സംസാരിക്കണം. ഞാൻ പറഞ്ഞു എങ്ങനെ കുട്ടികൾ ഇത് പഠിച്ചേ? അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾ ടാഗോർ ഹാളിൽ വന്നിട്ട് 2 കൊല്ലം മുമ്പേ കുട്ടികൾക്ക് ഇതിങ്ങനത്തെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ, ഞാനതാണ്ട് പ്രാക്ടീസ് ചെയ്ത്. എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഭാഷകളൊക്കെ ഭയങ്കര ഈസിയാണ്. അപ്പം കുട്ടികളെ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നത് ചിലപ്പം പ്രയാസമാണെങ്കിലും നിങ്ങളതിനെ പോസിറ്റീവായിട്ട് തിരിക്കും. കഴിഞ്ഞ കൊറോണ സമയത്ത് 300 സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ കുട്ടി നിങ്ങളെ കോഴിക്കോട് ജില്ലയിലാണ്. 300 സർട്ടിഫിക്കറ്റ്, ഹാർവാർഡിൻ്റെ, കാംബ്രിഡ്ജിൻ്റെ ഷോർട്ട് കോഴ്സസ്. പെട്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും അത്. എന്നാൽ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുടെ 7 ദിവസത്തെ 10 ദിവസത്തെ കോഴ്സുകൾ നമുക്ക് ഇതിലൂടെ ചെയ്യാമെന്ന്. അതിന് കുട്ടികൾ സമയം കൊടുക്കട്ടെ. ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ സ്ക്രീൻ ടൈം കൊടുക്കട്ടെ. അല്ലാതെ സ്ക്രീൻ ടൈം വെറും കളിയിലേക്ക് കൊണ്ടുപോയി വെടിവെച്ച് അല്ലെങ്കിൽ അപ്പുറത്തിപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്ത് നെഗറ്റീവ് മെൻറ്റാലിറ്റിയിലേക്ക് കുട്ടികൾ വരരുത്. പകരം അതിനെ പോസിറ്റീവ് ചാനലൈസേഷൻ നടത്തുക. കാർട്ടൂൺ കാണുമെങ്കിൽ കുട്ടികളോട് പറയാം, മലയാളം നന്നായിട്ട് പഠിക്കേണ്ട ഭാഷ തന്നെയാണ്, പക്ഷെ തൽക്കാലം പറയാം ഈ ഇംഗ്ലീഷിലും അറബിയിലും ഹിന്ദിയിലൊക്കെ കേട്ടോ. അങ്ങനെ അവൻ കേട്ട് സുന്ദരമായിട്ട് പെട്ടെന്ന് ഇവനക്ക് പഠിയുന്നു. ഏതുപോലെ ഇപ്പോൾ ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ ഇരിക്കുന്നവർ, ഡ്രൈവ് ചെയ്യുന്ന നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ആയാൽ പിന്നെ ഇങ്ങനെ ഗീറുമൊക്കെ നോക്കൂല. നമ്മൾ ഫോൺ വിളിച്ച് വർത്താനം പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ടാവും. ആവശ്യത്തിന് സ്റ്റെയറിങ്ങും തിരിക്കുന്നുണ്ടാവും, ആവശ്യത്തിന് എന്തുണ്ടാവും, നമ്മൾ ഗീറും മാറ്റുന്നുണ്ടാവും, ആവശ്യത്തിന് നമ്മൾ ബ്രേക്കും പിന്നെ ക്ലച്ചൊക്കെ ചവിട്ടുണ്ടാവും. അല്ലാതെ ക്ലച്ചിന് ചവിട്ടണമല്ലോ എന്ന് ഫസ്റ്റിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾ പോലെ നമ്മൾ നോക്കൂല. നമ്മളിങ്ങനെ പോകും. 7 മണിക്കൂർ കാസർഗോഡ് വരെ ഡ്രൈവ് ചെയ്താലും എത്ര വട്ട ക്ലച്ച് ചവിട്ടിയെന്ന് നമ്മൾ നോക്കൂല. കാരണം അത് സബ് കോൺഷ്യസിലേക്ക് ഡ്രൈവിംഗ് ഇറങ്ങിയത് കൊണ്ടാണ്. ഭാഷ ഇറങ്ങേണ്ടത് സബ് കോൺഷ്യസിലേക്കാണ്, കോൺഷ്യസിലേക്കല്ല. കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ബോധ മനസ്സിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. അത് സംസാരിക്കുമ്പോൾ ഗ്രാമർ ഓർമ്മ വരണം, ഗ്രാമാറ്റിക്കലി പറയണം. സബ് കോൺഷ്യസിലേക്ക് ഭാഷ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഭാഷയായിരിക്കും. അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രിപ്പറേഷനൊന്നും ആവശ്യമില്ല. ഈ സബ് കോൺഷ്യസിലേക്ക് കുട്ടികൾക്ക് ഭാഷ ഇറങ്ങണമെങ്കിൽ ഒന്നും കൂടി പറയാം. ഞാൻ ഇപ്പോൾ കുടുംബത്തോടെ പറഞ്ഞത്, നിങ്ങൾ 45 വയസ്സ് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പുറപ്പെട്ടാൽ
കോൺഷ്യസിലേക്ക് കയറുള്ളൂ. ഏതുപോലെ ഗൾഫിൽ നിന്ന് റിട്ടയർഡായി വന്ന ആൾക്കാർ നമ്മളെ നാട്ടിൽ സ്കൂട്ടർ ഓടിക്കണ പോലെ. ഗൾഫിൽ നിന്ന് റിട്ടയർഡായ ആൾക്കാർ സ്കൂട്ടർ ഓടിച്ചാൽ ഒരു 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞാലുണ്ട് വാ പോക്ക് ഇങ്ങനെ പോകണം. കാരണം എന്തുകൊണ്ടാ? അവർ പഠിച്ചത് 65-ാം വയസ്സിലാണ്. നേരെ മറിച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് 13, 14, 15 വയസ്സായ സമയത്ത് ഈ ഭാഷ ഉള്ളിക്കാണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ എങ്ങനെ പറഞ്ഞാലും സബ് കോൺഷ്യസിൽ ഇത് പറയുള്ളൂ. അവർക്ക് ഉഷാറായി. ഇപ്പം ഞാൻ ഈ പറയുന്ന ഭാഷയിൽ എത്ര തായുണ്ട് എത്ര കായുണ്ട്. നിങ്ങൾ പ്രസംഗിക്കാനായിട്ട് ഇവിടെ വന്നെന്നാ പ്രസംഗം വരൂല. നേരെ മറിച്ചിട്ട് പ്രസംഗത്തെക്കുറിച്ച് ബോധേടാവാതെ കാര്യം മാത്രം പറഞ്ഞു പോകുമ്പോൾ അതിൽ ചില വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റുമെങ്കിലും സുന്ദരമായി നമുക്ക് പ്രസംഗിക്കാൻ പറ്റും. കാരണം സബ് കോൺഷ്യസിൽ നിന്ന് ആ ഭാഷ വരണ്ടേ, അല്ലാതെ കോൺഷ്യസിൽ നിന്നല്ല. കോൺഷ്യസിൽ നിന്നാണെങ്കിൽ ഞാൻ എങ്ങനെ പറയേണ്ടി വരും? അങ്ങനെ അഖണ്ഡ ഭാരതം വിഭജനത്തിന് പാത്രീഭൂതമായി ഇങ്ങനെ സംസാരിക്കേണ്ടി വരും ഞാൻ. കാരണം കോൺഷ്യസ് ആയിട്ട് വാക്കുകളെ തപ്പണം ഞാൻ. നേരെ മറിച്ച് സബ് കോൺഷ്യസ് ആകുമ്പോൾ അത് വേണ്ട. ഞാൻ പറയുന്ന എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുതിയ തലമുറയിലെ കുട്ടികൾക്കറിയും. അതുകൊണ്ട് ഇവിടെ വിദ്യാർത്ഥികളായ മക്കൾ സ്ക്രീൻ ടൈം നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ, മൊബൈൽ ടൈം നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കും. നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. ഭാഷ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കും. എൻ്റെ മദ്രസയിൽ ഞങ്ങൾ ഇതറയിൽ ഷിയാബ് തങ്ങളൊക്കെ ദർസോതി പഠിച്ച മഹല്ല ഞങ്ങളുടേത്. അവിടെ മദ്രസയിൽ ഒരു കുട്ടി മാത്രം സുന്ദരമായിട്ട് ഫാത്തിഹ ഓതുന്നത് കാണാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറയുന്ന നല്ല രസകരമായൊരു ബെയ്ത്തുണ്ട്. ഞങ്ങളത് എന്നും സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ വർത്തമാനം പറയുമ്പോഴാണ് ഈ ഫാത്തിഹയും ഈ ബെയ്ത്തും ഇങ്ങനെ കേൾക്കുക. ഞങ്ങൾ കേട്ടിട്ടേ എങ്ങോട്ടെങ്കിലും പിരിയാറുള്ളൂ. കാരണം ആ കുട്ടിയുടെ കാര്യം എന്താണെന്നറിയോ? ഞങ്ങളുടെ സുഹൃത്തിൻ്റെ മോനാണ്. അവൻ ഈ കാണുന്ന മൊബൈലിലൂടെ ഓത്ത് പഠിച്ചത്, മൊബൈലിലൂടെ ബെയ്ത്ത് പഠിച്ചത്, വേൾഡ് കാര്യങ്ങളുടെ ഓത്ത് കേട്ടിട്ട് ഈ ഓടുന്നത്. നമ്മളൊരു പണ്ടുള്ള ഓത്തും, ആരും ഓത്തിന് കളിയാക്കല്ല കേട്ടോ, പണ്ട് മുതലേ നമ്മളെ ഓത്ത് എങ്ങനെയാ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാണ് മലപ്പുറം ജില്ലയിലെ ഓത്ത്. ഞാൻ ഏകദേശം ഒരു 30-40 വർഷം, ഇപ്പോൾ 47 വയസ്സായി. ആ വയസ്സിൽ അപ്പോൾ 40 വർഷം മുമ്പ് മദ്രസ പഠിക്കുമ്പോൾ ഇതന്നെ ഓത്ത്, ഇപ്പോഴും ഇതന്നെ ഓത്ത്. എന്തേ നമുക്ക് കാര്യങ്ങളുടെ വേൾഡ് കാര്യങ്ങളുടെ ഖുർആൻ ഇട്ടെടുത്തിട്ട് ഡിജിറ്റൽ ടൈപ്പിൽ കുട്ടികളെ കൊണ്ട് കേൾപ്പിച്ചുകൂടാ? അതിങ്ങനെ കേട്ടിട്ട് ഉദാഹരണത്തിന് ഷുറൈമിൻ്റെത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ആ ടൈപ്പിൽ ഓതാൻ തുടങ്ങും. കാരണം ഫൈൻ ട്യൂണിങ് നടക്കും. വഖാല ഫിർഔനു ദറൂനി യഖ്തുൽ മൂസ ഫൽയദ്ഉ റബ്ബ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ സ്പീഡിൽ ഓതും. കാരണം അതൊരു കാര്യത്തിൻ്റെ ഓത്താണ്. وقال تأمروني أعبد أيها الجاهلون. സ്പീഡിൽ ഓതുമ്പോഴും ആ മദ്ദും ശബ്ദം കുട്ടികൾ നോക്കും. കാരണം എന്തുകൊണ്ടാ? വേൾഡ് കാര്യങ്ങളുടെ ഓത്ത് അവർ കേൾക്കുന്നത്. വേൾഡ് കാര്യങ്ങളുടെ ഓത്ത് നിങ്ങൾ കേൾപ്പിക്ക്, ഡിജിറ്റൽ ടൈപ്പിൽ കേൾക്ക്, നിങ്ങളും കേൾക്ക്. നമുക്ക് സുന്ദരമായി ഓതാൻ പഠിയും. നമ്മൾ ചെറുപ്പത്തിൽ ഓതിയ ആ ഓത്തിനൊക്കെ മാറ്റിമറിച്ച് വേൾഡ് കാര്യങ്ങളുടെ ഓത്തിൽ അതിമനോഹരമായി നമുക്ക് ഓതാൻ പറ്റും. പക്ഷെ നമ്മളത് കേൾക്കണം. അതിനാണ് ഡിജിറ്റലൈസേഷൻ, അതിനാണ് നമ്മുടെ ഡിജിറ്റൽ നമ്മുടെ വീട്ടിലുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് എങ്ങനെ ഓതുക എന്നുള്ളത് കേൾപ്പിച്ചു കൊടുക്കണം. നമ്മളിതാ പഴയ സിസ്റ്റത്തിൽ നല്ലത് ഉസ്താദന്മാരുടെ അടുത്ത് തന്നെ ഓത്ത് പഠിക്കണ്ടേ. എന്താണ് ഇദാം, എന്താണ് ഇദാം ബിഉന്ന, എന്താ ദിആം ബിലാ ഉന്ന, എന്താണ് ഇഖ്ഫാ, എന്താണ് ഇദ്ഹാർ, ഇതൊക്കെ അറിയണം. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഓതേണ്ടത് വേൾഡ് കാര്യങ്ങളുടെ രീതിയിലാണ്. അതിന് നമ്മൾ അത് പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലേറ്റസ്റ്റ് ആയ ഭാഗങ്ങളിലൂടെ. അതോടൊപ്പം ഞാൻ ഈ കുടുംബത്തോട് പറയാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കൊല്ലത്തിൽ ഓരോ വർഷത്തിലും നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പറയാണ്, ഈ തൊണ്ടിക്കാടൻ ഫാമിലിയിൽ ഓരോ വർഷത്തിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് വരും. ആ മാസം കണ്ട് മനസ്സിലാക്കി അതിന് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് എഴുതിപ്പിക്കണം. അത് കുട്ടികൾക്ക് അറിയില്ല പോയി എഴുതാൻ, ഒട്ടുമിക്ക കുട്ടികൾക്കും. നമ്മളതിന് കുട്ടികളെ സന്നാഹമാക്കണം. ഇതേപോലെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള, അപ്പോൾ നിങ്ങൾ എൻ്റെ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മറ്റന്നാൾ അവിടെയാ പരിപാടി. ആ കുട്ടിക്ക് 2 കോടി രൂപയാണ്, അവൻ്റെ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാട്സാപ്പിൽ. 2 കോടി രൂപയാണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അവന് സ്റ്റൈപ്പൻഡ് കൊടുത്തേ. നിങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് അവന് ഈ സ്ഥാപനമുള്ളത്. 2 കോടി രൂപ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്റ്റൈപ്പൻഡ് കിട്ടിയേ. 16 വയസ്സുള്ളൊരു മോനാണ്. എന്താ കാര്യം? ഇങ്ങനത്തെ ആളുകളെ സ്പീച്ച് കേട്ട് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് എഴുതി. നമ്മൾ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും കാംബ്രിഡ്ജും ഓക്സ്ഫോർഡും ടെക്സസ് ഒക്കെ പറഞ്ഞതുകൊണ്ട് ആൾക്കാർക്ക് തോന്നുന്നു ഇയാൾ വായ തുറന്ന് അതേ പറയുള്ളൂ. ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അഥവാ നമ്മുടെ മലപ്പുറം ജില്ലയിലെ, കോഴിക്കോട് ജില്ലയിലെ കുട്ടികളൊക്കെയും അത്തരം യൂണിവേഴ്സിറ്റിയിൽ പോയി ഉന്നതമായ പഠനം, നമ്മളിങ്ങനെ LSEയിലേക്ക്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് ചൂണ്ടിയിട്ട് ഇവിടെയാണ് ഡോക്ടർ BR അംബേദ്കർ പഠിച്ചത്, ഇവിടെയാണ് ഡോക്ടർ KR നാരായണൻ പഠിച്ചത് എന്ന് മാത്രം പറഞ്ഞിരുന്നാൽ പോരാ.
ഇവിടെയാണ് ഈ പറയുന്ന തൊണ്ടിക്കാട് കുടുംബത്തിലെ നൗഫൽ പഠിച്ചത് എന്ന് പറയുന്ന ഒരു കാലം അതിവിദൂരമല്ലാതെ വരണം. അപ്പോഴാണ് ഇതാ നിങ്ങളുടെ MM സ്കൂൾ ഈ കോഴിക്കോടാണ്, കടപ്രദേശത്ത് നിൽക്കുന്ന സ്കൂളാണ്. ആ സ്കൂൾ ഞാൻ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇവിടെ നിന്നുള്ള കുട്ടികളൊക്കെ പോകേണ്ടത് LSEയിലേക്കാന്ന് പറഞ്ഞപ്പോൾ മാനേജർ വന്നിട്ട് എൻ്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, സാറേ കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ സംസാരം കേട്ടിട്ട് ടെസ്റ്റ് എഴുതി പോയി എന്ന് മാത്രമല്ല യൂണിവേഴ്സിറ്റിയാണ് അവന് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അയച്ചു കൊടുത്തതെന്നാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതമായി തോന്നും. നിങ്ങളുടെ തൊണ്ടിക്കാട് ഫാമിലിയിൽ നിന്ന് നിങ്ങൾ ഡോക്ടേഴ്സിനെ ആദരിക്കുക, എഞ്ചിനീയേഴ്സിനെ ആദരിക്കുക. പക്ഷെ അടുത്ത കുടുംബ സംഗമങ്ങൾ അടുത്ത 5 വർഷങ്ങളിലുള്ളിൽ നടക്കുമ്പോൾ ഇവിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിക്ക് ഒരു ഷാള് നിങ്ങൾ അണിയിക്കണം. കാംബ്രിഡ്ജിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിക്ക് അണിയിക്കണം. അവിടെയൊക്കെ പോയാൽ എന്താന്ന് തോന്നും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓരത്ത് നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് 1000-ൽ ചോടയൊക്കെയാണ്, ഒരുപാട് താഴെയാണ് സ്ഥാനം, ഒരുപാട് ഉയരത്തിലാണെങ്കിലും പക്ഷേ ലോകത്തിലെ ടോപ്പ് 10 യൂണിവേഴ്സിറ്റീസ് ആണ്. ആദ്യത്തെ 10 യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കൽ തന്നെയാണ്. അതിങ്ങനെ ശശി തരൂരിനെ ചൂണ്ടിയിട്ട് മൂപ്പര എവിടെ പഠിച്ചതെന്ന് പറഞ്ഞാൽ പോരാ. ശശി തരൂർജിയെ പോലെയുള്ള ആളുകൾ, ഞാൻ പറഞ്ഞത് എഡ്യൂക്കേഷനിൽ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകട്ടെ. ഞാൻ അത് വെറുതെ വിടുവായത്വം പറയല്ല. ഇങ്ങനെ പോയി ഇതാ ഇപ്പൊ നമ്മുടെ തിരൂർ MES സ്കൂളിലെ ഒരു കുട്ടി കഴിഞ്ഞ പ്രാവശ്യം പോയി, MM സ്കൂളിലെ കുട്ടികൾ പോയി. ഇനി പറഞ്ഞ് ഇതാ നിങ്ങളുടെ ഇവിടെ ഞാൻ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാ പറഞ്ഞത്. നിങ്ങളെ കുട്ടികൾക്ക് അതിന് കഴിയും, ഈ കുടുംബത്തിലെ കുട്ടികൾക്ക് അതിന് കഴിയും. അവന് പോട്ടെ 2 കോടി രൂപ ഒന്നും സ്റ്റൈപ്പൻഡ് കിട്ടിയില്ലെങ്കിലും 75-50 അവർക്കും കിട്ടുന്നു. 2 കോടി കിട്ടിയ കുട്ടി ഇതാ എൻ്റെ മൊബൈലുണ്ട്, അവൻ്റെ പോസ്റ്റർ, നിങ്ങൾക്കൊക്കെ പോസ്റ്റർ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള സ്ഥാപനമാണ്, അവിടുത്തെ കുട്ടിക്കാണ് കിട്ടിയത്. ന്യൂയോർക്ക് കണ്ടിട്ടില്ല, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി കണ്ടിട്ടില്ല. നിങ്ങളുടെ കയ്യിലുള്ള അതേ മൊബൈൽ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് എഴുതിയിട്ടേ ഉള്ളൂ. എന്നിട്ടാണ് 2 കോടി രൂപ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അവന് കൊടുക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ കുടുംബത്തിലെ കുട്ടികൾ അങ്ങനെ ഉയർന്നു പോകട്ടെ, അവർ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഇതൊക്കെ ഉയർന്നു പോകട്ടെ. അതിന് പശ്ചാത്തലം ഒരുക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ പശ്ചാത്തലം ഒരുക്കണം. പുതിയ ടെക്നോളജിയുടെ ലോകത്തിനെ പോസിറ്റീവാക്കി മാറ്റുക, നെഗറ്റീവാക്കി പോകാതിരിക്കുക. ടെക്നോളജി ഉപയോഗിച്ചിട്ട് മയക്കുമരുന്നിലേക്ക് പോകുന്നവരുണ്ട്. മ്യൂസിക്കുകൾ അനന്തമായി കൊണ്ടുപോയി അവസാനം അതിനെ വേറെ ലെവലിലുള്ള സ്പിരിച്വൽ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഹൊറബിൾ മ്യൂസിക്കിലേക്കും ഡെവിൾസ് മ്യൂസിക്കിലേക്കും കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഡെവിൾസ് വർഷിപ്പേഴ്സ് പ്രാന്തമായ രീതിയിൽ പിന്നെ പിശാചിനെ ആരാധിക്കുന്നവർ വരെ ഈ ലോകത്തിലുണ്ട്. ഞാൻ പല രാജ്യത്തിലും പോകുമ്പോൾ ഈ ആരാധിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ ആരാധിക്കുന്നവരാണ്, പിശാചിനെ ആരാധിക്കുന്നവരാണ്. ഇങ്ങനെയുള്ളൊരു ആരാധനയിലേക്ക് നമ്മൾ പോകരുത്. ആഘോഷം വരുമ്പോഴും എന്ത് വരുമ്പോഴും ഡിഗ്നിറ്റിയോട് കൂടി നടക്കുന്ന കുട്ടികൾ ഉണ്ടാകട്ടെ. ഇപ്പതാ ഇതിലൂടെ നടക്കുന്ന 5 വയസ്സുള്ള മക്കളെ നോക്കി അവർക്ക് 25 വയസ്സാകുമ്പോൾ ഇന്നടത്തെത്തണമെന്ന് ഈ കുടുംബത്തിലെ നാഥന്മാർ, ഇതിനെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇന്നടത്തെത്തിക്കണമെന്നൊരു ചിന്തയുണ്ടാകട്ടെ. ഇവിടെ ആദരം കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ആദരിക്കേണ്ടത്, എൻ്റെ അഭിപ്രായം ഞാൻ പറയാണ്, ഖുർആൻ ഹാഫിലിങ്ങളെ ആയിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് എത്ര ഹാഫിലിങ്ങൾ ഉണ്ടായി, അവരെ ആദ്യം ആദരിക്കപ്പെടട്ടെ. ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ താഴെയാണെന്നല്ല, നമ്മൾ ദീനീപരമായി നോക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ താഴെ തന്നെയാണ്. അതേപോലെ തന്നെ എത്ര ഉലമാക്കളുണ്ട്, കിതാബ് പഠിച്ച് നന്നായിട്ട് ഉലമാക്കളായി ഇറങ്ങിയവർ, അവർക്ക് ആദരം കൊടുക്കണം. ഡോക്ടേഴ്സിന് കൊടുക്കണം, എഞ്ചിനീയേഴ്സിന് കൊടുക്കണം, അതേപോലെ തന്നെ ഈ പറയുന്ന A+കാർക്ക് കൊടുക്കണം. ഏറ്റവും നന്നായിട്ട് നമ്മുടെ നാട്ടിലെ A+ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ലീഡേഴ്സിനില്ല, അത് നല്ല കളിക്കാരനില്ല, നല്ല പാട്ടുകാരനില്ല, ഇതൊന്നിനുമില്ല. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുന്നവൻ, ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കണ്ടല്ലോ, ഇപ്പം എന്നെ ക്ഷണിച്ച ഡോക്ടറെ കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ, ഇവിടെ കുറേ ചെറുപ്പക്കാരങ്ങൾക്ക് ഭക്ഷണവുമായി അവിടെ അങ്ങനെ നടക്കണ്ടാവും. പാവങ്ങൾ അതിലായിരിക്കും, നിങ്ങൾ കാണുന്നേ ഇല്ല അവരെ. കുറേ ചെറുപ്പക്കാരങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി ഓടുണ്ടാവും. അവരതിൻ്റെ ഓർഗനൈസേഴ്സാണ്. ആ ഓർഗനൈസേഴ്സിന് നമ്മൾ എന്താക്കാറില്ല, ഒന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് അവരെ വിളിക്കണം. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം, വൈകുന്നേരമെങ്കിലും ഇവിടെ വിളിച്ചിട്ട് ഈ സ്റ്റേജിലൊന്ന് നിർത്തണം. ഇവരാണ് നിങ്ങൾക്ക് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയത്, അതിന് നേതൃത്വം കൊടുത്തത് എന്ന് ആ കുട്ടികളെ ഇവിടെ വെച്ച് പറയാൻ പറ്റണം. ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രാർത്ഥിച്ചവരെ മുഴുവനും പ്രവർത്തിച്ചവരെ മുഴുവനും ആദരിക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ പിരിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഏറ്റവും നല്ല സ്നേഹത്തോടെ തിരിച്ചു പോവുക, മൂല്യത്തോടെ തിരിച്ചു പോവുക. അതിമനോഹരമായി സുജൂദിൽ കടന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായി തിരിച്ചു പോവുക. കുടുംബത്തിൽ ഒരു ചിത്രതയുമില്ലാക്കാതെ നല്ല രീതിയിൽ സ്വഭാവത്തോടെ സ്നേഹത്തോടെ കഴിയുക. ഭാര്യ ഭർത്താക്കന്മാർ നല്ല സൗഹൃദത്തിലും സ്നേഹത്തിലുമാവുക. നമ്മളെ ഭർത്താവിനെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ജോലി പോലും നഷ്ടപ്പെട്ടിട്ട് ആകെ പ്രയാസത്തോടു കൂടി വന്നിരിക്കാവും. അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് നടക്കണം, അദ്ദേഹത്തിൻ്റെ തലയിൽ തലോടിയിട്ട് പറയണം, സാരല്ല, നമുക്കുള്ള കഞ്ഞിയും കുടിച്ച് കഴിയാന്ന്. എല്ലാ പൈസയേക്കാളും അപ്പുറത്ത്
ഭാര്യയുടെ സ്നേഹമാണെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇതേപോലെ തിരിച്ചും ഭാര്യ പാരലൈസ്ഡായി കയ്യും കാലൊന്നും നിലത്ത് വെക്കാതെയാണ് നടക്കുന്നതെങ്കിലും ആൾക്കൂട്ടത്തിലൂടെ അവളെയും താങ്ങി നമ്മൾ നടക്കണം. ആ ഒരു സ്നേഹം പരസ്പരം നമുക്കുണ്ടാകണം. കുടുംബത്തിൽ ആരും വക്കാണമോ വാഗ്വാദമോ ഇല്ലാതെ നന്നായി പോകട്ടെ. ഇവരതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സഹകരണങ്ങൾ എന്നും ഉണ്ടാകണം. ഈ കുടുംബം, ഈ യൂണിറ്റ് എന്ന് മാത്രമല്ല, നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ നടപ്പിലാക്കണം. ഇന്ന് ഇവിടെ ഏതോ ഒരു സ്ത്രീ വന്നിട്ടുണ്ടാകാം. ഞാനൊരു സിംബോളിക്കായിട്ട് പറയാണ്. ആ കുട്ടി ഒരു പക്ഷേ അനാഥയായ 2 മക്കളുടെ ഉമ്മയാകാം. ചിലപ്പോൾ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഭർത്താവ് ഒഴിവാക്കിയിട്ടുണ്ടാകാം. അവർക്കൊരു വീട് വെക്കാൻ കഴിയാതെ ഇവിടെ എവിടെയോ ഇരിപ്പുണ്ടാകും. ഒരു പക്ഷേ ഉണ്ടെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞില്ല. ആ പാവത്തിനെ കണ്ടെത്താൻ നമുക്ക് പറ്റണം. അങ്ങനത്തെ പദ്ധതികൾക്ക് ഇവരുടെ കയ്യിലുണ്ട്. അവരെ കണ്ടെത്തിയിട്ട് അവർക്ക് നല്ലൊരു വീട് വെച്ച് കൊടുക്കണം. നിങ്ങളെല്ലാവരും അതിൻ്റെ കുറ്റൂസൊക്കെ പോകുമ്പോൾ, ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ ഇക്കണ്ട ആയിരക്കണക്കിന് ആൾക്കാർക്ക് ബിരിയാണി വെച്ച് തരാനൊന്നും ആ പാവത്തിന് കഴിയില്ല. 2 കുട്ടികളെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനൊരു നോക്കി നിൽപ്പുണ്ട്. അള്ളാഹുവിൻ്റെ അർശ് കിലുങ്ങും അവർക്കൊരു താമസത്തിൻ്റെ സൗകര്യം വെച്ച് കൊടുത്തതിന്. അതിന് കൂടിയാകണം നമ്മുടെ ഈ കുടുംബ സംഗമങ്ങൾ. അതൊക്കെ ചെയ്യുന്ന, അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന കുടുംബനാഥന്മാരാണ് നമുക്കുള്ളത്. ഒരു പക്ഷേ ഇന്ന് രോഗം വന്നിട്ടുണ്ടാവില്ല. ഈ കൂട്ടത്തിൽ നാളെയുടെ ഒരു കിഡ്നി രോഗി ഉണ്ടാകാം. 3 ദിവസം ആഴ്ചയിൽ കിഡ്നി രോഗത്തിന് ഡയാലിസിസ് ചെയ്യാൻ പോകുമ്പോൾ മാസത്തിൽ വരേണ്ടത് ചിലപ്പോൾ 20,000 രൂപയൊക്കെ ആകും. 20,000 പോയിട്ട് ചിലപ്പോൾ ആ സാധുവിൻ്റെ കയ്യിൽ 2,000 പോലും ഉണ്ടാവില്ല. അദ്ദേഹത്തിനെ പോയി കണ്ട് അദ്ദേഹത്തിന് ചെയ്യേണ്ട എല്ലാ ചികിത്സയും ചെയ്തു കൊടുക്കുന്ന ഒരു കാരുണ്യഹസ്തവുമായിട്ടായിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എല്ലാ രീതിയിലും ഈ സംഘത്തോടൊപ്പം ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ മരിച്ചു പോകുമ്പോൾ, നമ്മുടെ മയ്യത്ത് നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യന്മാർ വിതുമ്പും, കുടുംബം വിതുമ്പും. ആ കൂട്ടത്തിൽ നാട്ടിലെ മൺതരികൾ പോലും പറയണം, എന്നായിരിക്കും ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ ഉണ്ടാവുക. ആ ഒരവസ്ഥയിൽ നമ്മുടെ മയ്യത്ത് കടന്നു പോകട്ടെ. നിസ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഇമാമത്ത് നിൽക്കാൻ ദീനിയായ ഒരു മോൻ നമുക്കുണ്ടായിരിക്കട്ടെ. അനുസ്യൂതമായ സ്നേഹപ്രവാഹത്തിലൂടെ നമ്മുടെ കുടുംബം ഒന്നാകട്ടെ. മരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്കൊരുപാട് ചെയ്തു തീർക്കാനുണ്ട് എന്ന സന്ദേശം ഇവിടെ നിന്ന് എടുത്തിട്ട് പോകണം നിങ്ങൾ. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരുപാട് താണ്ടാനുണ്ട് എന്ന് കവി പറഞ്ഞതുപോലെ മൈൽസ് ടു ഗോ ബിഫോർ ഐ ഡൈ. മരിക്കുന്നതിന് മുമ്പേ നമുക്കൊരുപാട് ചെയ്തു തീർക്കാനുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഈ രീതിയിൽ സ്നേഹത്തോടെ നല്ല ഉഷാറായിട്ട് പോകും. ഇനി വക്കാണങ്ങളോ ഒന്നുമില്ല കേട്ടോ. എന്നാലും ഒരു പ്ലഡ്ജ് പോലെ എല്ലാവരും ഒന്നാണ്ട് എഴുന്നേറ്റാട്ടെ. ഇൻഷാ അല്ലാഹ് പ്രയാസമില്ലെങ്കിൽ വയസ്സായ ആൾക്കാരൊക്കെ അവിടെ ഇരുന്നോട്ടോ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റാട്ടെ. എന്നിട്ടൊരു ഉന്മേഷത്തിന് വേണ്ടിയിട്ടാണ്. ചുറ്റുഭാഗത്തുള്ള 4 ആൾക്കാർക്കൊന്ന് കൈ കൊടുത്താട്ടെ. ഈ പറഞ്ഞ പോലൊക്കെ നമുക്ക് ദീനിയായി കുടുംബത്തെ നേതൃത്വം, നിങ്ങളൊക്കെ അങ്ങനെയുള്ളവർ തന്നെയാണ്, ഒന്ന് നേതൃത്വം കൊടുക്കണം. പക്ഷെ പെണ്ണുങ്ങൾ അവിടെയും കൊടുത്തോളി. അപ്പുറത്ത് അമ്മായിമാവും ഇപ്പുറത്ത് മരുവളാവും. ഇപ്പോൾ മുത്തം കൊടുക്കലൊക്കെ വീട്ടിൽ പോയിട്ടാവാ. ഇൻഷാ അല്ലാഹ് മരുക്കളും അമ്മായിമ്മയും തമ്മിൽ ഇപ്പോൾ ഒന്ന് കൈ കൊടുത്തേക്ക്. ഇതൊരു സൗഹൃദത്തിൻ്റെ ഭൂമികയാകട്ടെ. എന്നും ഈ തൊണ്ടിക്കാടൻ ഫാമിലി ഉയർന്ന സ്നേഹത്തോടെ മുന്നോട്ട് പോകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് നിങ്ങൾ ഉയർന്നുയർന്നേ പോവുക. യുവാക്കളോട് നിങ്ങൾ കരുത്തോടെ ഇവരെ ഉയർത്തിക്കൊണ്ടു പോവുക. പ്രായം ചെന്നവരോട് കാഴ്ചപ്പാടോടെ ഇവിടെ നയിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളോട് നിങ്ങൾ ഇവർക്ക് വേണ്ടി ഉദാത്തമായി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.